Good morning. Blessings in the name of our Lord Jesus Christ. ഇന്ന് ഡിസംബർ 1. ഇന്ന് മുതൽ 25 വരെ ചുനക്കര സെൻറ് തോമസ് മാർത്തോമ യുവജന സഖ്യം രക്ഷതൻ പിറവി എന്ന പേരിൽ ക്രിസ്മസ് സന്ദേശ പരമ്പര പ്രക്ഷേപണം ചെയ്യുന്നു. ക്രിസ്മസ് കേവലം ഒരു പെരുന്നാളല്ല, ദൈവം മനുഷ്യചരിത്രത്തിൽ പ്രവേശിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ്. ബേത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ സ്വർഗം ഭൂമിയെ സ്പർശിച്ചു. ഡിസംബറിലെ ആദ്യ 25 നാളുകൾ നാം ഒരു വിശുദ്ധ നാടകത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ 2 തീരുമാനങ്ങൾ നാം കൈക്കൊള്ളുന്നത് ഉചിതമാണ്. ഒന്ന്, പ്രകൃതി സൗഹൃദത്തിലൂന്നിയതാകട്ടെ ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ്. ദൈവം നല്ലതെന്ന് കണ്ട് സൃഷ്ടിച്ച ഭൂമി ഏത് മാലിന്യവും വലിച്ചെറിയാനുള്ള ചവറ്റുകൊട്ടയല്ല. ബയോഡിഗ്രേഡബിൾ അല്ലാത്ത വസ്തുക്കൾ പരമാവധി ഉപേക്ഷിക്കുക എന്ന മാർത്തോമാ സഭ കൈക്കൊണ്ട തീരുമാനത്തോട് ചേർന്ന് നിൽക്കാം നമുക്കും. 2, ലഹരി രഹിതമാകട്ടെ എൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ്. ക്രിസ്മസ് കഴിയുമ്പോൾ ക്രിസ്മസ് ദിനത്തിൽ കൺസ്യൂം ചെയ്യപ്പെട്ട മദ്യത്തിൻ്റെ കണക്കെടുപ്പ് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഓരോ വർഷവും അതിൻ്റെ അളവ് വർദ്ധിച്ചു വരികയാണ് ചെയ്യുക. കേരള ക്രൈസ്തവരെ മുഴുവൻ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് ആവില്ല. എന്നാൽ നമ്മുടെ ഭവനങ്ങളിൽ കൂടിവരവുകൾ അതൊഴിവാക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ക്രിസ്മസ് അഹന്തയുടെ മേൽ താഴ്മ വിജയം നേടിയതിൻ്റെ ആഘോഷമാണ്. ക്രിസ്മസ് ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം ആശംസിക്കുന്ന സന്ദർഭമാണ്. ക്രിസ്മസ് കൂട്ടിവെക്കലല്ല, നൽകലാണ്. ക്രിസ്മസ് പറയുന്നു, ദൈവം നമ്മോടുകൂടെ. നമ്മുടെ യുവജനങ്ങൾ മുൻകൈയെടുത്ത് തയ്യാറാക്കുന്ന സന്ദേശങ്ങളെ നമുക്ക് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാം. രക്ഷതൻ പിറവി എന്ന സന്ദേശ സമ്മാനങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരും. ദൈവം അനുഗ്രഹിക്കും. ക്രിസ്മസ് സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്ന നാളുകൾ വീണ്ടും നമ്മെ അനുസ്മരിപ്പിക്കുകയും വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് കണ്ണു തുറന്ന് വർണ്ണം വിതറുന്ന താരകങ്ങളെ വരവേറ്റ് ക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ ആഘോഷിക്കുകയും ചെയ്യുന്ന നാളുകളിൽ എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ. ക്രിസ്മസ് സമ്മാനിക്കുന്ന സമാധാനത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം ലോകത്തിന് സമർപ്പിക്കുന്ന ധന്യമുഹൂർത്തങ്ങളാണ് വീണ്ടും സമാഗതമായിരിക്കുന്നത്. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരുമയുടെയും ഊഷ്മളവും ധന്യവുമായ നിമിഷങ്ങൾക്ക് നിറം പകരുന്ന ക്രിസ്മസ് സന്ദേശം പുൽക്കൂട്ടിൽ പിറന്ന ലോകരക്ഷകന്റെ തിരുപ്പിറവിയുടെ ഓർമ്മകൾ നമ്മളിൽ അനുരണനങ്ങൾ സൃഷ്ടിക്കുന്ന അവസരങ്ങളാണ് കൈവന്നിരിക്കുന്നത്. ക്രിസ്മസിന്റെ അർത്ഥവും പൊരുളും ആത്മീയ നൽവരങ്ങളുടെ ഔന്നത്യവും ജനഹൃദയങ്ങളിലേക്ക് വീണ്ടും എത്തിക്കുവാൻ ഈ ക്രിസ്മസ് കാലത്തും ചുനക്കര സെന്റ് തോമസ് മാർത്തോമ ഇടവകയിലെ യുവജന സഖ്യാംഗങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ശ്ലാഘനീയമത്രേ. മതപരമായ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് മാനവ സമൂഹത്തിൽ സ്നേഹത്തിന്റെയും നന്മയുടെയും സമാധാനത്തിന്റെയും സന്ദേശം എത്തിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട യുവജന സഖ്യാംഗങ്ങൾക്ക് ഈ വർഷത്തെ ക്രിസ്മസ് കാലത്തും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചുനക്കര മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രക്ഷകന്റെ പിറവി എന്ന ഒരു പങ്ക്തി വീണ്ടും പ്രക്ഷേപണം ചെയ്യുന്നതിൽ ഞാൻ അവരെ അതിയായി അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയും ആശംസകളും അറിയിക്കുകയും ചെയ്യുന്നു. രക്ഷകന്റെ പിറവിയെ ഇന്ന് വൈകൃതമാക്കുന്ന ഒരു ലോകമാണ് ഇന്നുള്ളത്. യേശു കുഞ്ഞും കാലിത്തൊഴുത്തും എല്ലാം കച്ചവടവൽക്കരിക്കുമ്പോൾ ഇത് അർത്ഥവത്തായ ഒരു നല്ല ചിന്തകളെ ഉണർത്തുന്ന പുതിയൊരു പന്തിയായി മാറുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുകയറ്റം ഇന്ന് ക്രിസ്തുമസിനെ വൈകൃതമാക്കുന്ന അനവധി വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടും. അതിൻ്റെ മധ്യത്തിൽ ഏറ്റവും അർത്ഥവത്തായ, ഏറ്റവും ചിന്തകളുള്ള, ഏറ്റവും ദൈവികാലോചനകളുള്ള നല്ലൊരു പന്തിയായി മാറുവാൻ ദൈവം ഉദ്യമത്തെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു.